ഹായ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് വീട്ടുവിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഒന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ 2 ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലേനി കേട്ടോ. അപ്പോൾ അതാ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നതാണ്. അപ്പോൾ രാവിലെ തന്നെ അതാ ചായൻ്റെ പണിയാണ്, ചോറിൻ്റെ പണി, കറീൻ്റെ പണി, അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ചധികം പണികൾ തന്നെ ഉണ്ട്. അപ്പം എല്ലാം നമ്മൾ അടുപ്പിൽ തന്നെയായിട്ട് ഉണ്ടാക്കുന്നത്. ഇന്ന് ഗ്യാസിൻ്റെ കാര്യം അന്ന് പറഞ്ഞതുപോലെ തന്നെ ഒന്നും സെറ്റായിട്ടില്ല. അപ്പം ഞാൻ വേഗം ഇന്നത്തെ പരിപാടികൾ നേരത്തെ തന്നെ ആരംഭിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പുട്ടുണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിലേക്ക് ഒരു തേങ്ങ പൊളിക്കുകയാണ്. അപ്പോൾ സമയം ഇപ്പോൾ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ തേങ്ങ പൊളിച്ചെടുക്കുകയാണ്. മുറ്റത്ത് ലൈറ്റ് ഇട്ടതാണ്, ഭയങ്കര ഇരുട്ട്. അപ്പം വേഗം ഒരു തേങ്ങ പൊളിച്ചെടുക്കട്ടെ. പുട്ടിലേക്ക് വേണ്ടിയിട്ട് കുറച്ചുണ്ട് അവിടെ, പക്ഷെ അത് തികയൂല. അതുകൊണ്ട് പിന്നെ വേറൊരു തേങ്ങയും കൂടി പൊളിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ തികയാതെ ഇങ്ങനെ ഒപ്പിക്കണ്ടല്ലോ. അപ്പം പുട്ടിൽ നല്ലോണം തേങ്ങ ഇട്ടാലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നല്ല അടിപൊളി തേങ്ങയാണ്. അപ്പം ഇന്നലെ വീട്ടിൽ തേങ്ങയൊക്കെ വലിച്ചപ്പം അത്യാവശ്യം ഒരു 10-20 തേങ്ങ ഉണ്ട്. അപ്പം നമുക്ക് കുറച്ച് ദിവസത്തിന് തേങ്ങയ്ക്കൊരു ബുദ്ധിമുട്ടില്ല. അപ്പം അങ്ങനെ വേഗം തേങ്ങയൊക്കെ പൊളിച്ചെടുക്കുകയാണ്. അപ്പം രാവിലെ തന്നെ ഇങ്ങനെ തേങ്ങ പൊളിക്കാമെന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടാട്ടോ. പക്ഷെ അത് തലേന്ന് തന്നെ പൊളിച്ച് വയ്ക്കാനുള്ള ഒരു ഓർമ്മയുണ്ടായില്ല. പിന്നെ മോനിടയ്ക്കൊക്കെ പൊളിച്ച് വെക്കും, 2-3 പൊളിച്ച് വെക്കും. അനീഷേട്ടനായാലും 2-3 പൊളിച്ച് വെക്കും. ഇന്ന് ഞാൻ എന്തായാലും ഞാൻ തന്നെ പൊളിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ വേഗം അതൊക്കെ ഒന്ന് പൊളിച്ച് റെഡിയാക്കിന് കേട്ടോ. ഇനി വേഗം പൊട്ടിക്കട്ടെ. അനീഷേട്ടന് 7:15 ആകുമ്പോഴേക്ക് ഇറങ്ങണം. അപ്പം വേഗം ചായയും കടിയും ചോറും കറിയും എല്ലാം ആവണമല്ലോ. അപ്പോൾ എല്ലാവർക്കും അത് കൊണ്ടുപോവുകയും ചെയ്യണം. അതുകൊണ്ട് തന്നെ വേഗം ആ പണിയിലേക്ക് പോവുകയാണ്. പിന്നെ അഞ്ചേട്ടനും അടുക്കളയിൽ ഇന്നൊരു കുഞ്ഞ് സഹായത്തിന് രാവിലെ തന്നെ വന്നിന് കറിയൊക്കെ എടുത്ത് വെക്കാനും ചൂടാറാൻ വേണ്ടിയിട്ട് മേശമേലേക്ക് കൊണ്ടുപോയി വെക്കും കേട്ടോ. അതിൻ്റെ അടിയിലൊരു സംഭവം വെക്കുമല്ലോ, അത് വെച്ചതിൻ്റെ ശേഷം മേശമേൽ കൊണ്ടുപോയി അങ്ങനെ തന്നെ വെക്കുകയാണ് ചെയ്യുക. എന്നിട്ട് ഫാനും ഇട്ട് വെക്കും കേട്ടോ. അഞ്ചേട്ടന് പോകാനാകുമ്പോഴേക്ക് ചൂടാറണമെങ്കിൽ അങ്ങനെ ചെയ്യണം. അപ്പോൾ കറിയൊക്കെ ഞാൻ ഇന്നലെ രാത്രിയിൽ ഉണ്ടാക്കി വെച്ചിട്ടോ. അപ്പോൾ കറി ഒന്ന് തിളപ്പിച്ചെടുക്കാനേ ഉള്ളൂ. കാരണം നമുക്ക് ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം ഒക്കെ അടുപ്പത്ത് തന്നെ ഉണ്ടാക്കിയിട്ട് വേണ്ടേ. അല്ലെങ്കിൽ ഞാൻ ചോറ് മാത്രമേ അടുപ്പത്ത് ഉണ്ടാക്കലുള്ളൂ. പിന്നെ കണലുണ്ടെങ്കിലേ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കലുള്ളൂ കേട്ടോ. അപ്പോൾ ഗ്യാസും കൂടി ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാം കൂടി ഇതുപോലെ ചെയ്യണം. അപ്പോൾ ഞാൻ കറിയൊക്കെ രാത്രിയിൽ തന്നെ വെച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചതാണ്. അപ്പോൾ എല്ലാ കറിയും ഒന്ന് ചൂടാക്കി എടുക്കണം. മാന്ത കറി വെച്ചതുകൊണ്ട് പിന്നെ മത്തി കറി വെച്ചതുകൊണ്ട് അങ്ങനെ ഓരോന്നായിട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ അമ്മയും കുഞ്ഞു സഹായങ്ങൾക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ ഒരു മുറി ചിരവി എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അമ്മ അതാ കുറച്ച് ഉള്ളി ഒന്ന് മൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാൻ രാത്രിയിൽ കറി വെച്ചപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടില്ലേനി. അപ്പോൾ അമ്മ അതൊന്ന് വറവ് ഇടാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ ഒന്ന് മൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ പിന്നെ ചേട്ടൻ ഇന്നലെ രാത്രിയിൽ നന്ദമോളെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കൂട്ടിയിട്ട് വരുമ്പോൾ വാങ്ങിക്കൊണ്ടുവന്നു. അപ്പോൾ എന്തായാലും രാവിലെ ആ കറി ഒന്ന് വറവിടാമെന്ന് വിചാരിക്കുക. പിന്നെ പാപ്പുമോൾ ഭയങ്കര കരച്ചിലുണ്ട് കേട്ടോ. അകത്തുനിന്ന് ഞാനൊന്ന് അയച്ചിടാൻ വേണ്ടിയിട്ടാണ്. ആൾക്ക് ഇവിടെയൊക്കെ ഒന്ന് നടക്കണം നേരം വെളുത്താലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. എന്തായാലും ചേട്ടൻ എണീക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് നിന്നതാണ്. അപ്പം ചേട്ടൻ എണീച്ചപ്പം പിന്നെ മുട്ടായിയൊക്കെ കൊടുത്ത് ആളവിടെ റെഡിയാക്കി നിർത്തിയതാണ്. പിന്നെയും വെറും കരച്ചിൽ തന്നെ കേട്ടോ. അപ്പോൾ അതാ ഞാൻ തേങ്ങയൊക്കെ ഒന്ന് ചിരവി പിട്ടിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. പക്ഷെ അടുപ്പൊന്ന് ഒഴിഞ്ഞ് കിട്ടുകയും വേണം. അപ്പോൾ പാപ്പുമോൾ അവിടെ അയച്ചിട്ട് അഞ്ചേട്ടൻ ആൾ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ വേഗം അടുപ്പ് ഒഴിയുമ്പോഴേക്ക് വെച്ച് കൊടുത്തോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും അത് വേഗം സെറ്റാക്കണം. അപ്പോൾ ഞാൻ കറിയിലേക്കൊന്ന് വറവിട്ട് കൊടുക്കട്ടെ പെട്ടെന്ന്. അമ്മ അത് ഇടുന്നുണ്ട്. അപ്പോൾ മാന്തക്കറിയാണ് ഇട്ടത്, തേങ്ങ അരച്ചിട്ട് വെച്ചത് തന്നെയാണ്. അപ്പോൾ രാത്രിത്തേക്ക് അതൊന്ന് കുറച്ച് എടുത്തിട്ട് പിന്നെ രാവിലത്തേക്കും കൂടി വേണ്ടിയിട്ട് മാറ്റി വെക്കണതാണ് കേട്ടോ. അപ്പോൾ അത് വറവിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പുട്ടും പൊടി ഒന്ന് കുഴച്ചെടുക്കണം. ഇനി ഈ ഒരു പുട്ടുണ്ടായെങ്കിൽ അബിക്കും മോൾക്കും പാപ്പുവിനും ഒക്കെ ഇഷ്ടം കേട്ടോ. മക്കളെന്ന് പറയുന്നത് എല്ലാവരും കൂടി പറഞ്ഞത് കഴിഞ്ഞിട്ടാ. അപ്പോൾ എന്തായാലും അടുപ്പ് ഒഴിഞ്ഞിന്. ഇനി വേഗം പുട്ടും തൂക്കിൽ വെള്ളം കൊണ്ട് വെച്ച് കൊടുക്കുക. അപ്പോഴേക്കും ഇത് കുഴക്കുമ്പോഴേക്കും അത് തിളച്ചോളും. നല്ല ചൂടുവെള്ളമാണ്, എടുത്ത് വെച്ച ചൂടുവെള്ളം ഉണ്ടേനി. അപ്പം അതൊന്ന് ചൂടായതുകൊണ്ട് പെട്ടെന്ന് തിളയ്ക്കാനും ബുദ്ധിമുട്ടില്ല. രാത്രിയിൽ തന്നെ ചോറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വെള്ളം അവിടെ ചെമ്പിലെടുത്ത് വെക്കുന്നതുകൊണ്ട് രാവിലെ ചായയ്ക്കും ഇങ്ങനെ പുട്ടിൻ്റെ ആവശ്യത്തിനായാലും കറിയിലേക്കൊക്കെ ആയാലും തിളച്ച വെള്ളം എപ്പോഴും സ്റ്റോക്കാട്ടോ. അപ്പോൾ വെള്ളത്തിലൊന്ന് ഉപ്പിട്ട് ഒന്ന് രുചിച്ചൊക്കെ നോക്കിയതാട്ടോ, ഉപ്പുണ്ടോ നോക്കി. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ട്. ഇനി വേഗം ഒന്ന് കുഴച്ചെടുക്കട്ടെ. കുഴച്ച് നല്ല മയത്താക്കി വെച്ചാൽ പുട്ട് ഉഷാറായിട്ട് കിട്ടുമല്ലോ അല്ലേ. അപ്പം ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ എന്ത് സാധനം വെന്ത് കഴിഞ്ഞാലും പിന്നെ ഗ്യാസിലേക്കും അങ്ങോട്ട് ഇറക്കി വെക്കും കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും തമ്മിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് പണിയെടുക്കണതൊക്കെ. അപ്പോൾ എനിക്കും പണിക്ക് പോകണം. അപ്പോൾ ഞാനും കുറച്ച് ദിവസമായിട്ട് പണിക്കൊക്കെ പോയി തുടങ്ങിയത് ഒരാഴ്ചയായിട്ടോ. അപ്പോൾ ഇന്ന് ആ ഒരു തിരക്കും കാര്യങ്ങളും ആയി ഇപ്പം. അല്ലെങ്കിൽ ഞാൻ പകൽ വീട്ടിലുണ്ടാകുമ്പം ബാക്കി പണികളൊക്കെ സ്ലോ ആയിട്ടാണല്ലോ ചെയ്യൽ. അപ്പോൾ ഞാനൊരാഴ്ചയായി പണിക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലിപ്പോൾ അങ്ങനെ ആരുമില്ല. പകൽ നായ്ക്കുട്ടികളെ മാത്രം ഇവിടെ ആക്കിയിട്ട് പോവുകയാണ് നമ്മൾ. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് വിഷമം ഉണ്ട് കേട്ടോ, ഓരോറ്റയ്ക്ക് ആക്കിയിട്ട് പോണതിൽ. അപ്പോൾ പോയേ നിവർത്തിയുള്ളൂ കേട്ടോ. അതുകൊണ്ട് പോവുകയാണ് നമ്മൾ. ഇനി എന്തെങ്കിലും ഒരിക്കലും വീട്ടിലിരിക്കാനൊരാഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് പണികളൊക്കെ സാവധാനത്തിൽ കഴിച്ചാൽ മതി എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ.
അപ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ പണിക്ക് പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയെന്ന്. അപ്പോൾ ഇനി ഒരു എത്രത്തോളം ചെല്ലാൻ പറയണ് അത്രത്തോളം ദിവസം പോകും. ഒരു വരണ്ടാന്ന് പറയുമ്പോൾ അത് നിർത്തും. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം കുറച്ച് ദിവസം കഴിയുമ്പോഴാണോ എത്ര സമയം വരെയാണോ ഒരിക്കൽ ആളെ വേണ്ടതെന്നൊന്നും നമുക്ക് അറിയില്ല. അതുകൊണ്ട് അങ്ങനെ പറയാണ്. പിന്നെ ഈ ഒരു പണി അത്യാവശ്യം ആയതുകൊണ്ട് നമ്മൾ അത്രയും സമയം വരെ പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതാ പുട്ടിന് പൊടിയൊക്കെ കുഴച്ചിട്ട് വേഗം വെച്ച് കൊടുക്കട്ടെ. വെള്ളം നല്ലോണം തിളച്ചിന്. എൻ്റെ ചേട്ടൻ വേഗം പുട്ടുട് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പറയാമെന്നല്ലാണ്ട് അതായി കിട്ടണ്ടേ. അപ്പം ചോറൊക്കെ ആയി. പിന്നെ അത് ചൂടാറാൻ വേണ്ടിയിട്ട് മേശമുള്ളിൽ കൊണ്ടുപോയി വെച്ചിന് കേട്ടോ. അടിയിൽ തട്ടൊക്കെ വെച്ചിട്ട് കറിയൊക്കെ ചൂടാറാൻ വേണ്ടി ഫാനിട്ട് വെച്ചതട്ടത്. അത് പിന്നെ മത്തിക്കറിയാണ്, നമ്മൾ നായ്ക്കുട്ടികൾക്ക് വേണ്ടിയിട്ട് വെച്ച മത്തിക്കറി ഇട്ടത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അമ്മ ചായ മധുരം ഇട്ട് വെക്കുന്നുണ്ട്. ഇനി ചായ വേണ്ടവർക്ക് ചായ കുടിക്കുക ഒക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ആ പുട്ട് ഏകദേശം വെന്തണ്. ഇനി വേഗം അതൊന്ന് വെച്ച് കൊടുത്താൽ എൻ്റെ ചേട്ടൻ ഒരു കഷ്ണം തിന്നാനും വേണം, ഒരു കഷ്ണം കൊണ്ടുപോകാനും വേണം. എൻ്റെ ചേട്ടൻ ഒരു കഷ്ണമേ കൊണ്ടുപോവുള്ളൂ. എത്ര 2 കഷ്ണം കൊണ്ടുപോകാൻ പറഞ്ഞാലും വേണ്ടാന്ന് പറയും. ചില സമയം ഞാൻ കാണാതൊക്കെ 2 കഷ്ണം വെച്ച് കൊടുക്കുക ചെയ്യുക. അങ്ങനെ എന്തായാലും പുട്ട് ആദ്യം തന്നെ സെറ്റായിന്. ഇനി അത് അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ അതാ വേഗം കുഴച്ചിട്ട് തന്നെയാണ്. നമ്മളെ വെള്ളം നല്ല ഉഷാറായിട്ട് തിളയ്ക്കുന്നത്. വിറക് നല്ലോണം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ വിറകും ഏകദേശമൊക്കെ കഴിയാനായി തുടങ്ങിന്. വിറകും ഗ്യാസൊക്കെ ഇപ്പോൾ ഒപ്പരം തീർന്ന് കിടക്കുന്ന അവസ്ഥയിലെത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും വിറകൊക്കെ ഒന്ന് വാങ്ങണം. അപ്പം ചേട്ടൻ പറയുന്നുണ്ട് വിറകൊക്കെ വാങ്ങണം, ഗ്യാസ് നിറയ്ക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഒക്കെ നടക്കും കേട്ടോ. ഇപ്പം പിന്നെ അത്ര അർജൻറ്റ് ആക്കിയിട്ടാണ്ട് ചേട്ടനോട് പ്രഷർ ചെയ്ത് പറയില്ല എന്നേ ഉള്ളൂ. ഞാൻ ആവശ്യമൊക്കെ തന്നെയാണ്. എന്നാലും ഇപ്പം നമ്മളെ ഓരോ കാര്യങ്ങളും നമുക്ക് മുൻകൂട്ടി അറിയാവുന്നത് കൊണ്ട് തന്നെ ഗ്യാസ് നിറയ്ക്കണം എന്നൊന്നും ഞാൻ ആവശ്യപ്പെടില്ല. എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ ഒരു സങ്കടം പറയലുണ്ട് കേട്ടോ. എന്നാൽ ഗ്യാസ് നിറയ്ക്കുക എന്നുള്ളത്. അങ്ങനെ ചേട്ടൻ ചായ ആക്കലും ചോറാക്കലും അതെല്ലാം ആക്കി ബാഗിലാക്കി വെള്ളമൊക്കെ ആക്കിയിട്ട് ആൾ പോവാനായിട്ട് ഇറങ്ങിയിട്ടോ. അപ്പം ചേട്ടൻ എന്തായാലും പോയിട്ട് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് പോകുമ്പോൾ ഒന്ന് വന്ന് നോക്കി നോക്കുമ്പോൾ ഒരു സമാധാനമാണല്ലോ അല്ലേ. ഇടയ്ക്ക് നമ്മൾ എന്താ പറയുക സൗന്ദര്യപ്പണൊക്കെ കണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ വന്ന് നോക്കൊന്നുമില്ല കേട്ടോ. അന്നൊക്കെ ഞാൻ പിന്നെ ആ ഭാഗം എല്ലാം മൈൻഡ് ചെയ്യാനൊന്നും പോവില്ല. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ആളിറങ്ങി റോട്ടുമ്പിലേക്ക് പോയി. അപ്പോൾ പാപ്പുവിനെ കൂട്ടുന്ന് വിളിച്ചിട്ടൊക്കെ പോവുള്ളൂ കേട്ടോ. പാപ്പു ആണെങ്കിൽ എൻ്റെ ചേട്ടനെ പോയി നോക്കി നിൽക്കും ചെയ്യും പോണത്. അപ്പോൾ അച്ഛ പോവാണ് കേട്ടോ എന്നൊക്കെ പറയാണ്. അപ്പോൾ അതാ ആൾ പോവാണ്. എന്തായാലും പാപ്പുവിനോട് യാത്രയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല മഞ്ഞൊക്കെ ഉണ്ട്. സമയം 7:30 ആവണുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആ ചുറ്റുപാടൊന്നും ഇങ്ങനെ വീഡിയോ എടുത്ത് നേരെ അടുക്കളയിൽ വന്ന് കുറച്ച് പാത്രം കഴുകാണ്ട് അതൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് വേണം. അതുമോള് സ്കൂളിലേക്ക് ഇന്ന് സ്കൂളുണ്ടോ എന്താണെന്ന് അറിയില്ല. എന്നാലും ഞാൻ വേഗം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ചില ദിവസം ചില ശനിയാഴ്ചകളിൽ സ്കൂളൊക്കെ ഉണ്ടാവലുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്ന് ഏതാ ഒന്നും അറിയില്ല. അപ്പോൾ ചിലപ്പം ട്യൂഷൻ ഉണ്ടാകും, ഫുള്ള് ദിവസവും ഉണ്ടാകും, രാവിലെ തൊട്ട് വൈകുന്നേരം വരെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് പണികൾ മാത്രമേ അവൾക്ക് വെക്കലുള്ളൂ. പക്ഷേ ഓളിൻ്റെ കൂടെ തന്നെ ഇറങ്ങണോണ്ട് പണികൾ ഞങ്ങൾ രണ്ടാളും കൂടി വേഗം അങ്ങോട്ട് തീർക്കും. പിന്നെ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന പണികളൊക്കെ അമ്മയും ചെയ്യും. അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ 3 ആളും കൂടി ഓരോരോ കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് അത്യാവശ്യം പണികളൊക്കെ കഴിയും. പിന്നെ വൈകുന്നേരം വന്നാൽ ഒന്ന് തിരുമ്പാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് പിന്നെ ഞാൻ വൈകുന്നേരം വന്ന് 4 മണിയൊക്കെ ആകുമ്പോഴേക്ക് തിരുമ്പൽ തുടങ്ങും. അപ്പോൾ അതങ്ങോട്ട് തീരും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഓരോ ദിവസത്തെ കാര്യങ്ങളും പോണത്. പിന്നെ നമ്മൾ രാവിലത്തെ ഈ തിരക്കുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കാനൊക്കെ ഇപ്പം അത്യാവശ്യം സത്യം പറയാച്ചാൽ ഒരു മടി പോലെയാണ്. പിന്നെ നമ്മൾ ഈ മോഡേൺ ഒന്നും അല്ലാത്ത ഈ അടുക്കളയിലെ കുക്കിംഗ് ഒന്നും കാണാൻ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. അത് 1-2 പ്രാവശ്യം ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് വീഡിയോ ഇടുവാനും ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. സംഭവം സത്യമായിട്ടും അതാണ് കേട്ടോ. ഞാൻ ചേട്ടനോടൊന്നും പറയും നമ്മളെ ഈ അടുക്കളയൊന്നും കാണാൻ ആർക്കും താല്പര്യമില്ല, ഈ അടുക്കളയിലെ പാചകം കാണാനും ആർക്കും താല്പര്യമില്ല എന്ന് ചേട്ടനോട് പറയും. ചേട്ടൻ പറയും എന്തെന്നെ വന്നാലും തളരരുത് എന്ന് പറയും കേട്ടോ. പക്ഷേ ഇടയ്ക്ക് ഞാൻ നല്ലോണം തളരും, എന്തുകൊണ്ടാണെന്നറിയില്ല. അപ്പോൾ പിന്നെ ഞാൻ എല്ലാ പാത്രം കഴുകിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ അടുപ്പൊന്ന് തുടച്ചിടുകയാണ് കേട്ടോ. ആദ്യം ഒന്ന് നനയ്ക്കാതെ തുണി കൊണ്ട് തുടച്ചെടുക്കും, പിന്നെ ഒന്ന് തുണി നനച്ചിട്ട് തുടയ്ക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ നല്ല കണലാണ് 2 അടുപ്പിലും. അപ്പോൾ 2 അടുപ്പിലേക്കും നല്ലോണം വെള്ളമൊക്കെ കയറ്റി വെച്ച് കൊടുത്തിന്. ഒരു ചെമ്പിൽ കുളിക്കാനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടാണ്. അപ്പോൾ നമ്മളെ ബാക്കി അടിച്ചു വാരലൊക്കെ കഴിയുമ്പോഴേക്കും നല്ലോണം വെള്ളം അങ്ങോട്ട് ചൂടായാൽ പിന്നെ കുളിക്കാൻ ബുദ്ധിമുട്ടില്ല കേട്ടോ. എനിക്ക് പച്ചവെള്ളം ഭയങ്കര അലർജി കേട്ടോ, ഭയങ്കര ചൊറിച്ചിൽ വരും പച്ചവെള്ളത്തിലൊക്കെ കുളിച്ചാൽ. അപ്പോൾ എനിക്ക് ചൂടുവെള്ളത്തിലാകുമ്പോൾ വലിയൊരു പ്രശ്നമില്ല. അപ്പോൾ ഞാൻ എന്നും ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് തന്നെ കേട്ടോ കുളിക്കുക. 10-20 വർഷമായിപ്പോൾ അങ്ങനെ ഒരു കുളി തുടങ്ങിയിട്ട്. അല്ലെങ്കിൽ വെയിൽ കൊണ്ടിട്ടുള്ള വെള്ളം വേണം. അപ്പം ലേശം ഒരു സമാധാനമാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പച്ചവെള്ളം എനിക്ക് തീരെ ഉപയോഗിക്കാൻ പറ്റില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. അത് ഏത് പൈപ്പിലെ വെള്ളമായാലും കിണറിലെ വെള്ളമായാലും എനിക്ക് അങ്ങനെയാണ്. നേരിട്ട് പച്ചവെള്ളം അങ്ങനെ ഉപയോഗിച്ചുകൂടാ.
അപ്പം ആ ഒരു കാര്യങ്ങൾ ഇവിടെ വീട്ടിൽ തന്നെ അറിയുന്നതുകൊണ്ട് എല്ലാവരും ചോറും കറിയും ആരും എന്ത് വെക്കുകയാണെങ്കിലും ഒരു സൈഡിൽ അടുപ്പിൽ എന്തായാലും ഒരു ചെമ്പിൽ വെള്ളം അവിടെ വെക്കും. അപ്പം ഞാൻ അതെടുത്തിട്ട് കുളിക്കും. ഇവിടെ അബിക്കും നന്ദുവിനൊന്നും ഒരു നിർബന്ധവും ഇല്ല കേട്ടോ, ചൂടുവെള്ളം വേണമെന്ന്. ഏത് തണുപ്പത്തായാലും നല്ല പച്ചവെള്ളത്തിൽ ഒരു രാത്രിയിൽ സ്കൂളിൽ വന്നാലും കുളിക്കും, ട്യൂഷൻ കഴിഞ്ഞ് വന്നാലും കുളിക്കും. അതൊന്നൊരു വിഷയമില്ല. ഞാനാണ് ഇവിടെ ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന ഏക ഒരു വ്യക്തി. അപ്പോൾ അതാ ഒക്കെ തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടോ. ഇനിയിപ്പോൾ അതാ ഞാനും പോവുകയാണ്. സമയം ഏകദേശം 8 മണീൻ്റെ ഒക്കെ അടുത്തെത്താനായിന്. കുളിക്കാനും മാറ്റാനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതാ കുറച്ച് പച്ചരിയൊക്കെ വെള്ളത്തിലിട്ടണേ ഉഴുന്നിടാണ്ട് അതിന് വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ട് ഇടണം. അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ ഒരു ആശ്വാസത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് തിരുമ്പാനും ഉണ്ട്, നോക്കണം അതൊക്കെ. അതൊന്നും വൈകുന്നേരം വന്നിട്ട് തിരുമ്പാം, അതിന് മാത്രം ഒന്നും ഇല്ലയെന്ന് വിചാരിക്കുക. അങ്ങനെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ ഇറങ്ങിയിട്ടോ. നന്ദുമോക്കൊന്ന് സ്കൂളുണ്ട്, ഞങ്ങൾ ഇറങ്ങി പോവുകയാണ്. നന്ദുമോള് വീഡിയോ എടുക്കണേന് പറയാം കേട്ടോ. ഈ അമ്മയ്ക്ക് ഈ നേരമില്ലാത്തടത്തും ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കണം എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നമ്മളെ ഒരു ലക്ഷ്യം ഇതാണെന്നുള്ളത് മക്കളോട് പറഞ്ഞിട്ട് മക്കൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഇത് ഇല്ലാതായിപ്പോയാൽ പിന്നെ ഞാൻ എന്താ പറയല്ലേ. എന്നാലും ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. പിന്നെ ഇതാ മാമൻ്റെ വീട്ടിലെ താറാവുകളാണ്, ഓരങ്ങനെ നടന്നോളൂ കേട്ടോ. രാവിലെ എണീച്ചാൽ പിന്നെ ഇവിടെ പശുവിനെ വളർത്തുന്ന ഒരു വീടൊക്കെ ഉണ്ട്. ഞങ്ങളെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാലുള്ള ചുറ്റുപാടുകളാട്ടത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പറമ്പിൻ്റെ മുകളിലേക്ക്, പിന്നെ അവിടെ നിന്ന് ഈ പാടം വഴി എങ്ങനെ പോകണം കേട്ടോ. നിറയെ തെങ്ങും തോപ്പുകളും വാഴകളും ഒക്കെയുള്ള നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല മഞ്ഞുണ്ട്. സമയം 8:20 ആയിട്ടുള്ളൂ. എനിക്ക് 8:40 ബസ്സിന് കയറണം. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് 8:20 ആകുമ്പോൾ ഇറങ്ങും. ഇതൊക്കെയാണ് നമ്മളെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങൾ, ഓരോ ഭാഗങ്ങൾ, ഓരോ ഘട്ടങ്ങൾ എന്നൊക്കെ പറയാം. അപ്പോൾ ഇത്രയൊക്കെ നമ്മളെ വിശേഷങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മളെ സാധാരണ ജീവിതവും സാധാരണ ജീവിത രീതികളും മാത്രമേ ഞാൻ ഈ ചാനലിൽ എന്താ പറയുക വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പോൾ നമ്മൾ സാധാരണക്കാരെ വീഡിയോ അധികം ആർക്കും ഇഷ്ടപ്പെടില്ല എന്ന് പറയാം. എന്നാലും ഇങ്ങനെയൊക്കെ ഉള്ള വീഡിയോ ഇടാനായിട്ടേ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ദയവായിട്ട് നമ്മളെ വീഡിയോ ഒക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇത്ര മാത്രമൊക്കെ എല്ലാവരോടായിട്ടും പറയാനുള്ളൂ. ഞാൻ എന്നും എല്ലാവരോടും സപ്പോർട്ട് ചെയ്യാൻ പറയലുണ്ട്. എന്നാലും കുറച്ച് പേരൊക്കെ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അതിലൊരുപാട് സന്തോഷമുണ്ട് കേട്ടോ, പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമുണ്ട്. കുറേ ആൾക്കാർ കൂടെ ഉള്ളത് തന്നെ ഭയങ്കര ഒരു ആശ്വാസമാണ് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങളിങ്ങനെ നടക്കുക തന്നെയാണ്. നന്ദുമോള് മുന്നിൽ പോകുന്നുണ്ട്. എനിക്ക് കൂടുതലായിട്ട് തിരക്കിട്ട് നടക്കാനൊന്നും വയ്യ, ഭയങ്കര കിതപ്പാണ് ഇപ്പം സ്പീഡിൽ നടക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ നന്ദുമോളോട് പറയാം, എൻ്റെ സമയം വൈകണ്ട, ഈ വേഗം പോയിക്കോ എന്ന് പറഞ്ഞിട്ട് നന്ദുമോൾ അങ്ങനെ നടക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബായ്.